ലോട്ടറി അടിച്ചാൽ ജീവിതം മാറിമറിയുമോ? മുൻ ഭാഗ്യശാലികളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? 3 വർഷം മുൻപ് ഓണം ബമ്പറടിച്ച തൃപ്പൂണിത്തറ സ്വദേശി PR ജയപാലന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കൊച്ചി മരട് സ്വദേശി PR ജയപാലിനെ തേടി 3 വർഷം മുമ്പ് ഭാഗ്യമെത്തിയത് തിരുവോണം ബമ്പറിന്റെ രൂപത്തിലാണ്. അടിച്ചത് 1ാം സമ്മാനമായ 12 കോടി. 2021 ഓണ ബമ്പർ അടിക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് നറുക്കെടുത്ത സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്താണ്. വൈകിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് TV-യിൽ ഞാൻ വാർത്തകൾ ഇങ്ങനെ വെച്ചാൽ ലോട്ടറി അടിച്ച ആളെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയുമ്പോൾ എനിക്കൊരു സംശയം, ഇത് എൻ്റെ നമ്പറാണെന്ന് എടുത്തു നോക്കാതെ ഞാൻ അകത്തിരുന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്തു നിന്ന് നോക്കിയപ്പോൾ ശരിയാണ്. ലഭിച്ച പണത്തിൽ ഒരു പങ്ക് ബന്ധുക്കളെ സഹായിക്കാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെച്ചു. ബാക്കിയുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി. ഭാര്യയും 2 ആൺമക്കളുമാണ്. മക്കളുടെ പഠനത്തിനും മറ്റുമായി ഒരു പങ്ക്. ഞാൻ കുറച്ച് എൻ്റെ കടങ്ങളൊക്കെ ബാങ്കിൽ അവിടെ കടങ്ങളുണ്ട്, ആ കടങ്ങളിൽ നിന്ന് വീട്ടി ഈ എൻ്റെ സ്വന്തക്കാർക്കൊക്കെ ഇത്തിരി സഹായിച്ച്, മറ്റുള്ളവരെയൊക്കെ കുറച്ച് സഹായിച്ച്. എല്ലാം സഹായിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ആ പൈസ FD-യിലിട്ട് 5 കൊല്ലത്തെ. അപ്പോൾ ആ പൈസ FD-യിലിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച്. വണ്ടിയൊന്നും വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. പിന്നെ അത് 26-ലാണ് എനിക്ക് തിരിച്ച് പൈസ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെമ്മീക്കെട്ട് മേടിച്ച്, ഇപ്പോൾ ആ ചെമ്മീക്കെട്ടിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നടന്ന് പയ്യെ പോകുന്നു. ഒരു വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് തനിക്കിപ്പോഴും സന്തോഷമെന്ന് ജയപാലൻ. ലോട്ടറി പണം കയ്യിൽ വന്ന ശേഷം മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളുണ്ടായെന്ന് വിഷമം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ശത്രുക്കളായി. എനിക്ക് മിത്രങ്ങളൊക്കെ ശത്രുക്കളായി. കൊടുത്തവന് പോരാ എന്നുള്ളത്, കൊടുക്കാത്തവരും കിട്ടിയില്ല എന്നുള്ള ഇതാണ്. അപ്പോൾ മൊത്തത്തിലൊരു ശത്രുതയാണ് എല്ലാവർക്കും എന്നോട്. ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടല്ല. വിഷു ബമ്പർ വിജയ് ആലപ്പുഴ സ്വദേശി വിശംബരന് ജയപാലന്റെ വക ഒരു ഉപദേശം. നമ്മൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കരുത്. നമ്മൾ ഈ പൈസ 2-3 കൊല്ലത്തേക്ക് പൈസ എല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈവച്ചിട്ടിരിക്കാൻ പറ്റൂലല്ലോ. ഈ പൈസ ബാങ്കിൽ വെച്ച് നമ്മൾ ആദ്യം ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തുക. അതിനുശേഷം നമ്മൾക്ക് അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുക, സഹായിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് തീർന്നും പോകും. വർഷം ടാക്സ് കൊടുക്കണം. കാലങ്ങൾക്ക് മുമ്പ് തന്നെ തേടിയെത്തിയൊരു സൗഭാഗ്യം ഈ നിമിഷത്തിൽ ഓർത്തെടുക്കുകയാണ് ഈ മരടുകാരൻ ഓട്ടോ ഡ്രൈവർ ജയപാലൻ ചേട്ടൻ. പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷേ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. അത്യാഗ്രഹത്തിനും അഹങ്കാരത്തിനും അത് കൊണ്ടുവന്ന് കളയരുതെന്നുള്ള വലിയ സന്ദേശമാണ് ചേട്ടൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.